നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ ഇന്നത്തെ ദിവസേ പോക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ചായൻ്റെ കടി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിന്നതാണ്. അപ്പോൾ റവ എടുത്ത് നോക്കുമ്പോൾ നമ്മളെ മെൽസി റവ ഇല്ല, റവ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് വലിയ ഇത്ര നീളമുള്ള പുഴു. അപ്പോൾ അതങ്ങ് മാറ്റി വെച്ച് രാവിലെ തന്നെ ഒരു നൈസായിട്ട് ചായ കുടിച്ച് റസ്കും കൂട്ടിയിട്ട് ചായ കുടിച്ച്. പിന്നെ ഒന്നും ഉണ്ടാക്കാൻ എന്തോ ഒരു മടി, ഒരു അറപ്പ് വന്നുപോയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ ചോറ് വെച്ച് അതിനുള്ള കറിയാക്കാമെന്ന് വിചാരിച്ച് കോളിഫ്ലവർ എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് അതിങ്ങനെ അടർത്തി മാറ്റി വെക്കുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് വലിയ പുഴുവെന്നോ ചേരട്ടാന്നോ എന്നാ പറയേണ്ടത് എനിക്കറിയില്ല. അത് കണ്ടവിടെ പിന്നെ ചോറും വേണ്ട, കറിയും വേണ്ട, ഒന്നും വേണ്ട, എന്തോ ഛർദ്ദിക്കാൻ വരുത്തോ എന്തെല്ലാമായി. അതുകൊണ്ട് ഇന്നത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ എനിക്ക് ഇടാൻ പറ്റിയിട്ടില്ല. അപ്പം ഞാനിന്ന് വിചാരിച്ച് എൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, എൻ്റെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ ഞാൻ അത് അടുക്കി പെറുക്കി വെക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഉടുക്കാത്ത ഒരുപാടൊന്നുമില്ല, കുറച്ച് സാരികളുണ്ട്. അതെല്ലാം ഞാൻ എങ്ങനെ സെറ്റാക്കി വെക്കുന്നുള്ളത് അതൊന്ന് കാണിച്ചു തരാം. അപ്പം എല്ലാവരും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പം തുടങ്ങാം. നമുക്ക് ഫസ്റ്റിലത്തെ സാരി ഞാൻ എങ്ങനെയെല്ലാം വെക്കുന്നുള്ളൂ ഏവണ്ണാന്നുള്ളതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റിൽ ഉണ്ടോ ഇത് എൻ്റെ പട്ട് സാരി എന്നെല്ലാം പറയുന്ന പോലെ നല്ലൊരു അടിപൊളി ഒരു സാരി ഉണ്ട്. ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് ഈ സാരി എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് വാങ്ങിച്ച് തന്ന സാരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് ശരിക്കൊരു ഓർമ്മയില്ല സാരി തന്നെ തോന്നുന്നത്. എന്തായാലും മോളിപ്പോൾ ആറിലോ 5-ലെങ്ങാനായി. എന്തായാലും ഒരു 11-12 വർഷമായിട്ടുണ്ടാവും ഈ സാരി. ഇതിൻ്റെ ബ്ലൗസും ഉണ്ട്. ഇത് ഞാനിങ്ങനെ ശരിക്കും ഉണ്ടാവും ഇങ്ങനെ. ഇത് നല്ല ഭംഗിയുള്ള സാരി, പക്ഷേ ഇതൊന്നും ഇപ്പോൾ ഉടുക്കാൻ പറ്റൂല. ഭയങ്കര ചൂടും വെയിറ്റും. സാരിയെ ഉടുക്കാത്ത ഞാൻ പിന്നെ എന്ത് പറയാനാ, സാരി ഉടുക്കാത്ത എനിക്ക് തോന്നുന്ന ഒരു 2-3 വർഷത്തിൻ്റെ മേലെ ചുരിദാർ മാത്രമേ ഇടലുള്ളൂ. സാരി എന്ന് പറയുന്നത് ഇങ്ങനെ ഇടയ്ക്ക് എടുത്ത് വെയിലത്തിടും വെക്കും. ഇതന്നെ കാണുമ്പോൾ ഉടുക്കാൻ ഇഷ്ടമാണ്, പക്ഷേ ഉടുക്കലില്ല. നല്ലൊരു സാരി ഇത് ഞാനിങ്ങനെ വെക്കാം. അതുപോലെ തന്നെയുള്ള വേറൊരു സാരിയും കൂടെ ഉണ്ട്, പട്ട് സാരി പോലെ തന്നെയുള്ള ഇത് അതേ മോഡൽ തന്നെ ഉള്ളൊരു പട്ട് സാരി. ഇതെനിക്ക് ഇവിടെ തന്നെ വാങ്ങിച്ചു തന്ന സാരിയാണ്. ഏതോ ഒരു കല്യാണത്തിന് ഇതുപോലെ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചു തന്നെ പട്ട് സാരി. പിന്നെ ഞാൻ പൊതുവിൽ സാരി ഉടുക്കുന്ന സമയത്ത് എപ്പോൾ കോട്ടൺ സാരി മാത്രമേ ഉടുക്കൂ. നല്ല കോട്ടൺ സാരി നോക്കിയിട്ട് വാങ്ങിയിട്ട് അത് തന്നെ ഞാൻ ഉടുക്കലുള്ളൂ. സിൽക്ക് സാരി ഞാൻ ഒഴിവാക്കല, വാങ്ങലുമില്ല. പിന്നെ എങ്ങനെയല്ലോ കണ്ട് ഇഷ്ടപ്പെട്ട് കുറച്ചൊരു സിൽക്ക് സാരി ഉണ്ട്. പിന്നെ ഈ ഒരു സാരിയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ അനിയത്തിൻ്റെ കല്യാണത്തിന് ഉള്ള സാരിയായത്. ഓളെ മോനിപ്പോൾ 18 വയസ്സായി. അപ്പോൾ എന്തായാലും 20 കൊല്ലമായിട്ടുണ്ടാവും ഓളെ കല്യാണം കഴിഞ്ഞിട്ട്. കണ്ടോ ആ സാരിയത് അന്നേരം അടിപൊളി ഒരു സാരിയാണ്. ചെണ്ടല്ലുള്ള ഇതിൻ്റെ ഒരു ബ്ലൗസും ഉണ്ട്, ഇങ്ങനെ സീക്വൻസിലുള്ള അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ അടിപൊളി സാരി. ഇത് ഇങ്ങനെ തന്നെ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കുറച്ച് ദിവസം എൻ്റെ മോള് ചോദിക്കുന്നത് എന്തോ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് വേറെ വെക്കാം. ഈ ഒരു സാരി എന്ന് പറയുമ്പോൾ കണ്ടോ, ഇത് നല്ല അടിപൊളി ഒരു സാരിയാണ്. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ വെറുതെ ഒരു ദിവസം വേറെന്തോ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് കൂത്തുപറമ്പ് പോയി. അപ്പോൾ കൂത്തുപറമ്പ് പോയ സമയത്ത് ചെറിയ എന്തോ ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ സന്തോഷ കൂത്തുപറമ്പിൽ കയറിയതാണ്. അപ്പം ഞാൻ ഈ ഒരു സാരി കണ്ടപ്പോൾ 1300 അങ്ങനെയായിട്ട് വരുന്നുണ്ട് ഈ സാരിക്ക്. അപ്പോൾ ഈ സാരി ഞാൻ കല്യാണവും സൽക്കാരവും അങ്ങനത്തെ ഒന്നുമില്ല, പക്ഷേ ഈ സാരിൻ്റെ സ്റ്റൈല് കണ്ടിട്ട് ഞാൻ ഈ ഒരു സാരി ഞാൻ എടുത്തതാണ്. അന്ന് കൊണ്ടാച്ചതാണ്. ഏതോ ഒരു ദിവസം ഞാൻ ഇട്ടിട്ടുണ്ട്, അതേ വെക്കല. അതുപോലെ ഈ ഒരു സിൽക്കിൻ്റെ സാരിയുണ്ട്. പിന്നെ ഈ ഒരു സാരി എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി സാരി. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ എടുത്ത സാരി. എൻ്റെ മോളെ റിങ് എൻഗേജ്മെൻറ്റിൻ്റെ
സാരിയാണ് ഇത്. നല്ലൊരു അടിപൊളി സാരിയാണ്. എല്ലാവരും വിചാരിക്കും ഭയങ്കര വിലേണ്ടതാണ്. അതൊന്നുമല്ല. ഇതെല്ലാം ഒരു 1300, 1200 അങ്ങനെ ഒരു റേറ്റിൻ്റെ സാരി. അതിലപ്പുറമുള്ള സാരി ഇതുവരെ എടുത്തിട്ടില്ല എന്നല്ല, ആദ്യം കാണിച്ച സാരിക്ക് കുറച്ച് റേറ്റ് ഉണ്ട്. പിന്നെ ഇത് ഈ ഒരു സാരി എന്ന് പറയുമ്പോൾ എൻ്റെ അനിയൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസം എടുക്കാൻ വേണ്ടിയിട്ട് അനിയൻ എടുത്തു തന്ന സാരിയാണ് ഈ ഒരു സാരി. അതും ഇപ്പം അതന്നെ ഫസ്റ്റിലത്തെ കാണിച്ച പോലെ 11-12 കൊല്ലത്തോളായ ഒരു സാരി ഇത്. പിന്നെ ഈ ഒരു സാരി ശരിക്കും കോട്ടൻ്റെ സാരി. ഇത് എൻ്റെ അനിയത്തി മോളെ പ്രസവ കൂട്ടലിന് എനിക്ക് എടുത്തു തന്ന സാരിയാണ്. അത് ഈ പറയുന്ന പോലെ 12 കൊല്ലത്തിൻ്റെ അടുക്കായി. ഇത് കുറച്ച് ഞാൻ ഉടുത്തിട്ടുണ്ട്. ഇത് അടിപൊളി ഒരു സാരി. അടിപൊളി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആ കോട്ടനാ ഉടുക്കലുള്ളതല്ലേ. ഈ ഒരു സാരി നല്ലൊരു കോട്ടൺ സാരി. ഇത് പറഞ്ഞ പോലെ എൻ്റെ മോള് എനിക്ക് ഒരു ഓണത്തിനോ വിഷുവിനോ എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല, ഏതോ ഒരു സമയത്ത് എനിക്ക് കൊണ്ടുത്തന്നതാണ്. ഇതൊരു 2 വട്ടം അങ്ങനെ ഞാൻ ഉടുത്തിട്ടുണ്ട്. പിന്നെ ഓള് TTCക്ക് പഠിക്കുമ്പോൾ എൻ്റെ കുറേ സാരി ഓള് കൊണ്ടുപോയിട്ടുണ്ട്. അതൊന്നും ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടു തന്നിട്ടില്ല. ഇതും കൊണ്ടുപോയിനും ഇതെന്തോ ഇങ്ങ് കൊണ്ടു തന്നിട്ടുണ്ട്. പിന്നെ ഇത് ഖാദീൻ്റെ ഒരു കോട്ടൺ സാരി ബാവട്ട് എനിക്ക് വാങ്ങിച്ചു തന്നെ. ആ ഒരു സ്റ്റൈലിന് കണ്ടിട്ട് അന്നേരം വാങ്ങിയതാണ്. പക്ഷേങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഇങ്ങനെ നീർത്തെല്ലാം കാണുമ്പോൾ ഉടുക്കണമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ പോകാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ചുരിദാർ എടുത്തിട്ട് ഒരൊറ്റ പോക്കായിരിക്കും. അതങ്ങനെ എടുക്കട്ടെ. ഈ ഒരു സാരി പിന്നെ എൻ്റെ പെങ്ങളെ മരുവോളെ കല്യാണത്തിന് ഓരെടുത്ത് തന്ന സാരിയാണ്. അന്ന് ഞാൻ ഉടുത്തിട്ടുണ്ട്. പിന്നെ വേറെന്തോ ഒരു പരിപാടിക്കും കൂടെ ഞാൻ ഉടുത്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ മോള് കുറേ ദിവസം ഈ സാരിക്ക് ചോദിക്കുന്നത് നമുക്ക് എന്തോ അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കാത്തതുകൊണ്ട് ഇത് അങ്ങനെ നടക്കട്ടെ. പിന്നെ ഈ ഒരു സാരി ഇതും ഒരു പട്ട് സാരി തന്നെയാണ്. നല്ലൊരു സാരിയാണ് ഇത്. കണ്ടോ, നല്ലൊരു സാരി. ഇത് എൻ്റെ ഇളയ അനിയത്തി എനിക്ക് ഓളെ വീട്ടിൽ കൂടലിന് വാങ്ങിച്ചു തന്ന സാരിയാണ്. ഓരോ സാരിക്കും ഓരോരോ കഥകളുണ്ട്. വാവയുടെ അടുത്ത് തന്ന സാരി എപ്പോൾ കോട്ടനെ ഇപ്പോൾ അടിപൊളി സാരിക്കും. ഇതെൻ്റെ മോളെ കല്യാണത്തിന് ഞാൻ എടുത്ത സാരിയാണ്. അത് നല്ല അടിപൊളി സാരിയാണ്. അന്നേരം ഇത് നല്ലൊരു മോഡലാണ്. ഇപ്പോൾ ഇതല്ല, അധികം കുറേ ആളെടുക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് നീല കളർ സാരി, അതും അങ്ങനെ അടക്കെടുക്കട്ടെ. പിന്നെ ഈ ഒരു കോട്ടൺ സാരി ശരിക്കല്ല, ഇതും പറഞ്ഞ ഖാദീൻ്റെ കോട്ടനാണ്. ഇതെനിക്ക് വാവയുടെ വാങ്ങിച്ചു തന്ന സാരി. അതിന് മെറൂൺ ബ്ലൗസ് ഇട്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റിൽ ആരെ കല്യാണത്തിനാണ് ഞാൻ ഈ സാരി എടുത്തത്. അടിപൊളി സാരി, എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സാരിയാണ്. പിന്നെ അതുപോലെ വേറൊരു കോട്ടൺ സാരി, ഗോൾഡൻ കളർ ബ്ലൗസും നല്ല ശരിക്കും ഒറിജിനൽ കോട്ടൺ തന്നെ നല്ല സാരിയാണ്. ഇതെല്ലാം ബാവട്ടിൻ്റെ സെലക്ഷനും ബാവട്ടി എടുത്തിരുന്നതാണ്. ഇതൊന്നുമല്ല സാരി ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് 10-25 കൊല്ലമായി. അപ്പോൾ അതിലിടയ്ക്ക് എത്ര സാരി ഉണ്ടാകും. പക്ഷേ സാരികളെല്ലാം കൊടുത്ത് ഒഴിവാക്കിയതാണ്. എൻ്റെ മോളെപ്പം പറയും അങ്ങനെ കൊടുക്കാൻ പാടില്ല. പക്ഷേ എനിക്ക് അധികം കാണുമ്പോൾ ഒന്നും ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ എൻ്റെ സാരികൾ കംപ്ലീറ്റ് കൊടുത്ത് എൻ്റെ അമ്മക്കല്ല ചുറ്റുപാടത്തിൽ ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോൾ എല്ലാം ഞാൻ കൊടുത്ത് ഒഴിവാക്കി. പിന്നെ പ്രസവിക്കാൻ പോകുമ്പോൾ എല്ലാം ചില ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ചോദിക്കും കോട്ടൻ്റെ സാരി ഉടുക്കുന്ന കണ്ടാൽ കോട്ടൺ സാരി ഉണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ അടുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാരി. ഇത് എൻ്റെ ചേച്ചീൻ്റെ മോൻ്റെ കല്യാണത്തിന് ഞാനും എൻ്റെ അനിയത്തിയും 2 അനിയത്തിമാരും ഒരേപോലത്തെ സാരി വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പാനൂരിന് 3 ആൾക്ക് ഞാൻ തന്നെ എടുത്തിട്ടുള്ള ഒരു സാരിയായത്. അന്നേരം ഇതൊരു മോഡലാണ്. പക്ഷേ ഇപ്പോൾ തൊടുമ്പോൾ നൂല് വലിഞ്ഞുകൾ ഇതും അങ്ങനെ ഉടുക്കലില്ല. ഇനി ഞാൻ കാണിച്ചു തരാൻ പോകുന്ന പിന്നെ എൻ്റെ സെറ്റ് സാരി കളക്ഷനാണ്. അമ്പലത്തിൽ പോകുമ്പോൾ ഉടുക്കലും എടുക്കലും ഇല്ല എന്നാണ് കണ്ട. ഇത് എൻ്റെ ഒരു സെറ്റ് സാരി. ഇതെന്ന് പറഞ്ഞാൽ ഈ സാരി ഞാൻ എടുക്കാൻ കാരണം
നമുക്കൊരു പരിപാടി ഉണ്ട്, ഒരു തിരുവാതിര. അതിന് സെറ്റ് വേണമെന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പാനൂരിന്ന് ഞാൻ എടുത്തൊരു സാരിയാണ് ഇത്. ഞാൻ എടുത്തതാണ്. പിന്നെ ഒരു നീല എംബ്രോയിഡറി വരുന്ന അടിപൊളി ഒരു സെറ്റ് സാരിയുണ്ട്. ഇത് പറഞ്ഞ പോലെ അവിടെ വാങ്ങിച്ചിരുന്ന സാരിയാണ്. സെറ്റ് ഏതോ ഒരു ഓണത്തിനോ വിഷുവിനോ അങ്ങനെ എന്തോ വാങ്ങിച്ചത്. പിന്നെ ഈ സാരി മയിൽപ്പീലി കൃഷ്ണനും മയിലും എല്ലാം ഉള്ള സാരി. ഇത് എനിക്ക് തിരിച്ചിട്ടായിട്ട് ഇതിൻ്റെ ഒരു എംബ്രോയിഡറി നല്ലൊരു സാരിയാണ്. ഇതെൻ്റെ മോൻ്റെ അമ്മ എടുത്തു തന്ന സാരിയാണ്. ഒരു ഗുരുവായൂരോ ആറ്റുകാലോ അങ്ങനെ എൻ്റെ പോയ സമയത്ത് എടുത്ത് വാങ്ങിച്ചു കൊടുക്കുന്ന നല്ല അടിപൊളിയൊരു സാരിയായത്. ഈ ഒരു സെറ്റ് നല്ലൊരു സെറ്റ് സാരി. ഇത് പറഞ്ഞ പോലെ പാവേൻ്റെ ചോറ് കൊടുക്കലുണ്ട്, അങ്ങനെ കുടിച്ചിട്ടുണ്ട്. സാരിയിൽ ഇങ്ങനെ കൊണ്ടാച്ചിട്ട് കണ്ട കൂറയോ പല്ലിയോ എന്നാന്നറിയില്ല, എന്തെല്ലോ വന്നിട്ട് കറയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊരു 3 സെറ്റ് സാരിയായേ. പിന്നെ ഈ ഒരു സെറ്റ് സാരി കണ്ടോ, ഇത് നല്ലൊരു നമ്മളെന്താ പറയണ്ടേ ടിഷ്യൂല് വരുന്ന സെറ്റ് സാരി. ഇതെനിക്ക് മോള് വാങ്ങിച്ചു തന്ന സാരി. ഈ ഒരു സാരി ടിഷ്യൂ ഇത് ഞാൻ ഉടുത്തിട്ടുണ്ട്. പിന്നെ എനിക്കുള്ളതെന്ന് പറഞ്ഞാൽ സെറ്റിൻ്റെ കൂട്ടത്തിൽ പറയുമ്പം ഈ ഒരു ധാവണി മോഡലുണ്ടല്ലോ, കണ്ടോ, ഇത് കറുപ്പ്. പിന്നെ ധാവണി ഇത് ഞാൻ ഒരു 3-5 പ്രാവശ്യം ഉടുത്തിട്ടുണ്ട്. ഈ ഒരു ധാവണി ബ്ലാക്ക് ബ്ലൗസ് വരുന്ന ഒന്നുണ്ട്. പിന്നെ ഇത് വയലറ്റ് ബ്ലൗസ് വരുന്ന ഒരു ധാവണി. അങ്ങനെ 2 ഒരു സംഭവമുണ്ട്. ഇത് രണ്ടും പക്ഷേങ്കിൽ മോളതാണ്. മോളെ എനിക്ക് തന്നിട്ട് പോയതാണ്. എൻ്റെ മുന്താണി വരുന്ന എന്നാലും ഇതൊരു ഭയങ്കര ഒരു മോഡലാണ്. അപ്പോൾ ഇത് 2 ഓളെനിക്ക് തന്നു. അപ്പോൾ ഇത്രയാണ് എൻ്റെ സാരി കളക്ഷൻ. ചുരിദാറിൻ്റെ അത്രയൊന്നും സാരി ഇല്ല, പക്ഷേങ്കിൽ സാരി ഉള്ളതെല്ലാം കൊടുത്ത് ഒഴിവാക്കി. സാരി ഉടുക്കാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ കാണുമ്പോൾ ഉടുക്കണമെന്ന് തോന്നും, പക്ഷേങ്കിൽ എന്താ പറയണ്ടേ, ഉടുത്തിട്ട് അങ്ങ് പോകുമ്പോൾ നമുക്കൊരു കംഫർട്ട് കിട്ടില്ല. കാരണം ചുരിദാർ ഇട്ടിട്ട് ശീലമായതുകൊണ്ട് സാരി ഉടുക്കുമ്പോൾ ഒരു മടിയാണ്. ഇനിയിപ്പോൾ അടുത്തൊരു അമ്പലത്തിൽ പോകാറുണ്ട്, അന്നേരം എന്തായാലും ഏതെങ്കിലും ഒരു സെറ്റ് കൊടുത്തിട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.